കേരളത്തിലെ മാധ്യമങ്ങൾ ഏതാനും ദിവസങ്ങളായിട്ട് ഇപ്പോൾ വളരെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ചും ചാനലുകൾ. അതായത് കേരളത്തിലിങ്ങനെ കൂട്ടക്കൊലകൾ നടത്തുന്നു, ചെറുപ്പക്കാർ ലഹരിയുടെ അടിമകളായിട്ട് കൊലപാതക പരമ്പരകൾ നടത്തുന്നു, അതുപോലെ കൊച്ചുകുട്ടികൾ, സ്കൂൾ കുട്ടികൾ തമ്മിലടിച്ച് ഒരാൾ മരിക്കാനിടയാകുന്നു. എന്താണ് കേരളത്തിന് സംഭവിച്ചത് എന്ന ഒരു രീതിയിൽ വളരെ ഗുരുതരമായ രീതിയിൽ ചർച്ചയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ തലവാചകം തന്നെ ഇങ്ങനെയാണ്: കലിയരുതേ കൊലയരുതേ. അതേപോലെ ആരാണിതിന് വളം വെച്ച് കൊടുക്കുന്നത്? അപ്പോൾ ഈ ചാനലുകൾ തന്നെ ചോദിക്കുകയാണ്, ആരാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കേരളത്തിലെ മാറ്റങ്ങളും ലോകത്തുണ്ടായ മാറ്റങ്ങളും സാങ്കേതികവിദ്യയിലുണ്ടായ മാറ്റങ്ങളും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ കേരളത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് വളവും വെള്ളവും നൽകിയത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വിശേഷിച്ചും ചാനലുകൾ. കാരണം ഈ ചാനലുകൾക്ക് അവരെ നയിക്കുന്ന ഒരു ധാരണയുണ്ട്. അതായത് സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് മാധ്യമം എന്നുള്ളത്. ആ ഒരു നിർവചനം അതല്ലെങ്കിൽ ആ ഒരു ധാരണ തന്നെ വളരെ തെറ്റാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയല്ല മാധ്യമം. സമൂഹത്തിൽ നടക്കുന്ന സംഗതികളെല്ലാം അതേപടി എടുത്ത് കാണിക്കുക, അതേപടി ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതുമല്ല മാധ്യമപ്രവർത്തനം. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുകയും ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കാണുകയും മനസ്സിലാക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കി അത് സമൂഹത്തിലേക്ക് എത്തേണ്ട രീതിയിൽ എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് മാധ്യമപ്രവർത്തനമാകുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിലുള്ള മാധ്യമങ്ങളുടെ, വിശേഷിച്ചും ഈ ചാനലുകളുടെ ഈ അതിപ്രസരത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഓരോ റിപ്പോർട്ടിലും ഈ പറഞ്ഞതുപോലെ പ്രഹരങ്ങളാണ്. അത് ഏത് റിപ്പോർട്ട് തന്നെ ആയിക്കോട്ടെ, അത് പൊളിറ്റിക്സിനെ സംബന്ധിച്ച റിപ്പോർട്ടായിക്കോട്ടെ, നാട്ടിൽ നടക്കുന്ന മറ്റ് വിഷയങ്ങളായിക്കോട്ടെ, സ്കൂപ്പുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ അഴിമതി കഥകളായിക്കോട്ടെ, എല്ലാം പ്രഹരങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ കുറ്റക്കാരൻ്റെ സ്ഥാനത്ത് നിർത്തുന്നു, എന്നിട്ട് ആ കുറ്റക്കാരനായ വ്യക്തിയെ കുറ്റക്കാരനായി കണ്ടുകൊണ്ട് പ്രഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രഹരണശേഷിയുടെ വർധനയ്ക്കനുസരിച്ചിട്ടാണ് മാധ്യമത്തിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് എന്ന തെറ്റായ ധാരണ, അബദ്ധധാരണ ഈ മാധ്യമപ്രവർത്തകരെയും മാധ്യമങ്ങളെ നയിക്കുന്നവരെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു ധാരണ നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തനത്തിനോടോ അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ടൊന്നുമല്ല, മറിച്ച് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമം ഒന്നാമതെത്തണം, വളരെ മുമ്പിലെത്തണം, ആരും മുമ്പിലേക്ക് കടന്നു പോവുകയും അരുത്. അപ്പോൾ ഈ ഒരു വെപ്രാളമാണ് ഈ മാധ്യമപ്രവർത്തകരെയും ഈ മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമത്തിന് നേതൃത്വം കൊണ്ടുവന്നതിലേക്ക് നയിക്കുന്നത്. ഈ വെപ്രാളത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ റിപ്പോർട്ടർമാരിൽ കാണുന്നത്. നമ്മൾ മിക്കവാറും ഈ റിപ്പോർട്ടർമാരുടെ സംഭാഷണം അല്ലെങ്കിൽ റിപ്പോർട്ടർമാരുടെ റിപ്പോർട്ടിംഗ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, അത് അവരെ അസ്വസ്ഥരായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സമചിത്തതയോടെ ഒരു വിഷയത്തെ നോക്കിക്കണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ട് ആൾക്കാർ മാത്രമേ ഈ ചാനൽ രംഗത്ത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പലപ്പോഴും ഏതെങ്കിലും ഒരു പക്ഷം അവർ ചേരുന്നതായിട്ടും നമുക്ക് കാണികൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുന്നത്, ഇതെല്ലാം ഈ നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ്. നേതൃത്വത്തിൻ്റെ ആ ഒരു പ്രഷർ താഴേക്കിടയിലേക്ക് വരികയും തങ്ങളുടെ ചാനലുകൾ പുറകിലേക്ക് റേറ്റിങ്ങിൽ പോകാൻ പാടില്ല എന്നുള്ള ആ ഒരു വെപ്രാളമാണ്, മുകളിൽ നിന്ന് ആരംഭിക്കുന്ന വെപ്രാളമാണ് ഏറ്റവും താഴേക്കിടയിൽ കാണുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തന രീതി കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ സമൂഹത്തിലേക്ക് പ്രഹരിക്കപ്പെട്ടത് മുഴുവൻ ഒരു ഹിംസാത്മകതയാണ്. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയും മറ്റ് കൊലപാതകങ്ങളും ഒക്കെ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഹിംസയാണ്. അപ്പോൾ ഹിംസയുടെ തോത് കേരളത്തിൽ ഓരോ മനുഷ്യരിലും, മാധ്യമപ്രവർത്തകരിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരിലും, നമ്മളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരിലും എല്ലാവരിലും, ഈ കഴിഞ്ഞ കാലം വരെ ഇപ്പം പുതിയ ഗവർണർ വന്നിട്ടും നമുക്കത് കാണാനിടയായിട്ടില്ല, ഗവർണർ ഉൾപ്പെടെ കണ്ടത് ഈ പ്രഹരമാണ്, ഹിംസയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹിംസിക്കുക, ആ ഹിംസയിൽ ആരാണോ മുകളിൽ മികച്ചു നിൽക്കുന്നത് ആ മികച്ചു നിൽക്കുന്ന വ്യക്തി വിജയിക്കുന്നതായിട്ട് കണക്കാക്കുക. അപ്പോൾ
അപ്പോൾ ഹിംസകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആരാണോ വിജയിക്കുന്നത് അവരെ വിജയിയായി കാണുന്ന ഒരു സമീപനം ഈ മാധ്യമങ്ങളിലൂടെ ഉടലെടുത്ത് വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ചർച്ചകളിൽ കാണുന്നത്. ഈ ചർച്ചകളിൽ കാണുന്നത് മുഴുവൻ ഈ ഒരു സമീപനത്തിൻ്റെ ഒരു വിവിധ ഭാവങ്ങളാണ്. അവിടെ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വരുന്നവരാണെങ്കിലും ചർച്ച നയിക്കുന്നവരാണെങ്കിലും ഒക്കെ ഏർപ്പെടുന്നത് ഈ ഹിംസാത്മകതയിലാണ്. ഈ ഹിംസാത്മകതയെ പരസ്യമായിട്ട് വെളിപ്പെടുത്തുക, അതല്ലെങ്കിൽ ഹിംസാത്മകത പ്രകടിപ്പിക്കാനുള്ള ആ ഒരു ധൈര്യം എന്നൊക്കെയുള്ള അബദ്ധധാരണകളാണ് പല മാധ്യമ പ്രവർത്തകരെയും അവതാരകരെയും ഒക്കെ നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു അധികാര സ്ഥാനത്തുള്ളവരെ ശകാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭത്സിക്കുന്ന രീതിയിൽ സംസാരിക്കുക, അവർക്കിട്ട് രണ്ട് തല്ല് കൊടുക്കുക. അതായത് അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് രണ്ട് പ്രഹരം കൊടുക്കുക, രണ്ട് അടി കൊടുക്കുക. അവർക്ക് അടി കൊടുക്കുന്നതിൽ കൂടെ ജനങ്ങളിൽ ഒരു സംതൃപ്തി ഉണ്ടാവുമെന്നും ആ അടിയാണ് അവർക്ക് ആവശ്യമെന്നുള്ള ഒരു ധാരണയാണ് പല സ്പെഷ്യൽ റിപ്പോർട്ടുകളും കേരളത്തിൽ വളരെയധികം പ്രശസ്തമായിട്ട് അല്ലെങ്കിൽ വളരെയധികം പോപ്പുലറാണ് എന്ന് പോപ്പുലറായി സ്വീകരിക്കപ്പെടുന്ന പല പരിപാടികളുടെയും ആ ഒരു സത്ത നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. അധികാരത്തിലിരിക്കുന്നവർക്ക് മുഖം നോക്കാതെ രണ്ടടി കൊടുക്കുക. ഇതൊക്കെയാണ് മാധ്യമപ്രവർത്തനം എന്നുള്ള അബദ്ധധാരണയിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നതും. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അനുരണനങ്ങൾ സമൂഹത്തിലേക്ക് അവരറിയാതെ ചെല്ലുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും സ്വാധീനം ഓരോ വ്യക്തിയിലേക്കും അറിയാതെയാണ് കൂടുതൽ ചെല്ലുന്നത്. അറിഞ്ഞുകൊണ്ട് ചെല്ലുന്നത് വളരെ പരിമിതമാണ്. ഉദാഹരണത്തിന് പൊട്ടാസ്യം സയനൈഡ് എന്ന് പറയുന്ന രാസവസ്തു നമ്മളുടെ നാവിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്താണ്, പുളിയാണോ മധുരമാണോ എന്ന് പോലും എഴുതാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അത് വായിൽ വെച്ച വ്യക്തി മരിച്ചു പോകും. അത് കാണിക്കുന്നത് നമ്മളുടെ വായിലേക്ക് വയ്ക്കുന്ന നിമിഷം മുതൽ ഏത് ഭക്ഷണവും നമ്മളുടെ ശരീരവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മുടെ മൊത്തത്തിലുള്ള സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ രീതിയിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിൽ നിന്നും പോഷകങ്ങളും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഇതേപോലെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ബോധപൂർവം ശ്രദ്ധിക്കുന്നതായിക്കോട്ടെ അബോധപൂർവം വരുന്നതായിക്കോട്ടെ, അബോധപൂർവം കാണുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ് കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ പോവുക. അപ്പോൾ ഈ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾക്കും ശ്രവ്യങ്ങൾക്കും എല്ലാം തന്നെ ഈ ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയാണോ നമ്മുടെ ഉള്ളിലേക്ക് പോഷകങ്ങൾ പോകുന്നത്, അതേപോലെ ഈ ഓരോ വാക്കിൻ്റെയും പിന്നിലുള്ള അല്ലെങ്കിൽ ഓരോ മൂളലിൻ്റെയും പിന്നിലുള്ള ഓരോ ടോണിൻ്റെയും പിന്നിലുള്ള വൈകാരിക ഘടകങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ, ആ വൈകാരിക പോഷകങ്ങൾ കാഴ്ചക്കാരിലേക്കും കേൾവിക്കാരിലേക്കും വായനക്കാരിലേക്കും ഒക്കെ ഇറങ്ങിച്ചെല്ലുകയാണ്. ഇതാണ് അവരുടെ ഹിംസാത്മകതയ്ക്ക് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഘടകം. ഇവിടെയാണ് ഈ ചാനലുകളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഈ പറഞ്ഞതുപോലെ പരസ്യമായിട്ട് ഞങ്ങൾ ലഹരിക്കെതിരാണ്, കലിക്കെതിരാണ്, കൊലയ്ക്കെതിരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സ്വയം തിരിഞ്ഞു നോക്കേണ്ട സാധനമാണ്. ഈ അടുത്ത കാലം വരെ ഇപ്പോഴും ഏതെങ്കിലും ചില വ്യക്തികളോ സമൂഹമോ അല്ലെങ്കിൽ വിഭാഗമോ ഒരു ഗുരുതരമായ പ്രതിസന്ധിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ റിപ്പോർട്ടർമാർ അവസാനിപ്പിക്കുന്നത് ഇവർ ആത്മഹത്യയുടെ വക്കിലാണെന്നാണ്. ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രമുഖ സാമൂഹിക നേതാക്കന്മാരും ഒക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കഷ്ടപ്പാടുകളെ വിവരിച്ചിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണിക്കുന്നതിന് അവർ പ്രയോഗിക്കുന്നൊരു വാചകമാണ്, അവർ ആത്മഹത്യയുടെ വക്കിലാണ്, ഗത്യന്തരമില്ലാതെ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന ഈ ഒരു പ്രയോഗം തന്നെ അറിയാതെ ഒരു സാധാരണ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പോയി കഴിഞ്ഞാലും മുതിർന്നവരുടെ മനസ്സിലേക്ക് പോയി കഴിഞ്ഞാലും അവരറിയാതെ അവരിൽ നിക്ഷേപിക്കപ്പെടുന്ന ധാരണയെന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പരിഹാരം ആത്മഹത്യ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ മാനസിക ആരോഗ്യ നിലയെ ഇത് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ വർദ്ധിച്ചു വരുന്ന പ്രായഭേദമന്യേ അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള ഭേദമില്ലാതെ തന്നെ ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു രീതി നമ്മുടെ കേരളത്തിൽ അവരെ സാധാരണ മനുഷ്യരെ കീഴടക്കി കഴിഞ്ഞെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം മാനസിക ആരോഗ്യം ഏതാണ്ട് തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഇന്നത് പറയുമ്പോഴാണ് 74 വയസ്സായ പ്രമുഖനായ ഒരു വൃക്കരോഗ ശസ്ത്രക്രിയാ വിദഗ്ധൻ അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇല്ലാത്ത ദിവസങ്ങൾ ചുരുക്കം ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ. ഇവിടെയെല്ലാം അബോധപൂർവമായി
ഈ മാധ്യമങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് ചെലുത്തുന്ന സ്വാധീനം ഒരു നിർണായക സ്വാധീനമായി ഇത് സ്വാധീനിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന ആഹ്വാനങ്ങളാണെങ്കിലും പ്രസംഗങ്ങളാണെങ്കിലും അതേപോലെ മാധ്യമപ്രവർത്തകർ തന്നെ സമൂഹത്തിൻ്റെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന ബോധ്യമില്ലാതെ തങ്ങളുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് പ്രയോഗിക്കാം എന്നുള്ള ചിന്തയിൽ ഊന്നിക്കൊണ്ട് ചർച്ചകൾ നടത്തുകയും ഇപ്പോൾ പ്രഭാത സംപ്രേഷണം മിക്ക ചാനലുകൾക്കുണ്ട്. ഈ പ്രഭാത സംഭാഷണ ചാനലുകളിൽ വരുന്ന അവതാരകർക്ക് ഭയങ്കര തമാശയാണ്. ചിലർ ഭഗവത്ഗീതയിലെ സാധനം എടുത്തടിക്കും. എന്നിട്ട് തങ്ങളുടെ മനസ്സിലിരിക്കുന്ന അജ്ഞതയുടെ ഏതെങ്കിലും ഒരു രൂപത്തെ വലിയ വിജ്ഞാനമായി കണ്ടിട്ട് ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകവും ഉദ്ധരിച്ച്, സംസ്കൃത ശ്ലോകവും ഉദ്ധരിച്ച് അത് തനിക്ക് പറയാനുള്ളതിൻ്റെ അർത്ഥമാണ്, തനിക്ക് പറയാനുള്ളത് ഈ ഗീതയും പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ധാരണയിൽ അതുകൊണ്ട് അടിച്ചു കേൾപ്പിച്ച് കുട്ടികൾ, മുതിർന്നവർ ശ്രദ്ധിക്കണം എന്നൊരു അവസാനം ഒരു വാചകവും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിരിക്കുന്നവർ വളരെയധികം ഇമ്പ്രസ്ഡ് ആവും, തങ്ങൾ പറയുന്നത് കേൾക്കും എന്നൊക്കെയുള്ളതാണ് ധാരണ വരുന്നത്. ഇവിടെ ഭഗവത്ഗീതയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു സാമൂഹിക വിഷയത്തെ ഉപരിപ്ലവമായോ അതല്ലെങ്കിൽ വളരെ ബോധമില്ലാതെ ഒരു കൃത്യമായ അറിവില്ലാതെ സമീപിക്കുന്നതിൻ്റെ ദോഷവശങ്ങൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മളുടെ ഈ വൈകാരിക ധാതുക്കൾ അല്ലെങ്കിൽ അതിൻ്റെ പോഷകങ്ങൾ ഇങ്ങനെ സമൂഹത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അനുനിമിഷം. ഇവിടെ ചിലർ പറയുന്നുണ്ട് സിനിമ സ്വാധീനിക്കുമോ, പുസ്തകങ്ങൾ സ്വാധീനിക്കുമോ, അതല്ലെങ്കിൽ ചാനലുകൾ എല്ലാം സ്വാധീനിക്കും. അത് ഓരോ വ്യക്തിയും ഓരോ രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് പ്രാഥമികമായിട്ട് വേണ്ടത് മാധ്യമങ്ങളാണ്.